അപ്പോൾ ഭാര്യയുടെ പാട്ട് കേട്ടു, പങ്കാളിയുടെ. താങ്കളുടെ കൂടി മനോഹരമായ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം, അധ്യാപകനായ അനന്തുവിൻ്റെ. താങ്ക് യു. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമിൻ കേരളം. കേരളം കേരളം കേരളം. ഗംഭീരം. അപ്പോൾ അഷ്ടമുടിക്കായലിൻ്റെ പശ്ചാത്തലം, നമ്മൾ അഷ്ടമുടിക്കായലിനെ കുറിച്ചുള്ള പാട്ട് കേട്ടു, അഷ്ടമുടിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന കാര്യം, ഡാഡു കോടിയൽ അല്ലേ, ആ പേര് മാറ്റി ഡാഡി കോടിയൽ എന്നാക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രാക്കുളത്തെ 13-ാം വാർഡ് മെമ്പർ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അഷ്ടമുടി ഇപ്പോൾ പഞ്ചകോടിയായി എന്നാണ് പറയുന്നത്. 5 കോടി അങ്ങനെയാണോ? അല്ല, ഇപ്പോഴും 8 കോടി തന്നെ ഉണ്ടോ? 8 കോടിയുണ്ട്. ഈ പറയുന്ന വ്യക്തികളുടെയൊക്കെ വീടെല്ലാം ഈ കായലോരത്ത് തന്നെയാണ്, എല്ലാവരുടെയും കയ്യിലുണ്ട്. അല്പം ഇല്ല എന്നൊന്നും പറയുന്നു. കയ്യിലത്തെ കുറിച്ചാണോ ഈ പറയുന്നത്? അതെ, എല്ലാവരും അത് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും കൂടി ബാധകമായ ഒരു കാര്യമായിരിക്കും. തീർച്ചയായും അത് നമുക്ക് തൽക്കാലം വിട്ടേക്കാം, അത് സർക്കാർ നോക്കിക്കോട്ടെ. പക്ഷെ നമുക്ക് അറിയേണ്ടത് ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ വന്നാൽ, നമ്മുടെ ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രധാനം എം മുകേഷിന്റെ കാൽപ്പാടുകൾ തൃക്കരിവാർ പഞ്ചായത്തിൽ പതിയാത്ത ഏതെങ്കിലും ഒരു വികസനം ഉണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറയട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റ് ചെന്ന് വാങ്ങിയിട്ടുള്ള വികസനങ്ങൾ മാത്രമേ തൃക്കരിവാർ പഞ്ചായത്തിനുണ്ടായിട്ടുള്ളൂ. കാരണം തൃക്കരിവാർ പഞ്ചായത്ത് ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുവെങ്കിൽ അതിന്റെ ഏതാണ്ട് 1/3 ഭാഗവും തൃക്കരിവാർ പഞ്ചായത്തിന്റെ വികസന, പ്രധാനമായും കുടിവെള്ളമാണ്. ഈ വികസനങ്ങൾ പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തുകൊണ്ട് കുടിവെള്ളത്തിനും MLA ചെയ്ത പ്രവർത്തനങ്ങൾ പറഞ്ഞില്ല? പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് നമ്മുടെ MLA കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ട് MLA തോക്കണമെന്ന് പറയുന്നത് ശരിയാണോ? അത് അദ്ദേഹം ചെയ്യേണ്ട കടപ്പാടല്ലേ, അത് MLA ആയിട്ടിരിക്കുമ്പോൾ ചെയ്യേണ്ട കടപ്പാടല്ലേ? അല്ല, ഇവിടെ രാഷ്ട്രീയമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പറയട്ടെ, ഇവിടെ ഒരു പഞ്ചായത്ത് രാഷ്ട്രീയമായിട്ടാണ് MLA ഫണ്ട് ചെലവഴിച്ചത്. തൊട്ടപ്പുറത്ത് ഫ്രണ്ട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു വാർഡുണ്ട്, BJPയുടെ പഞ്ചായത്ത് മെമ്പറാണ്. MLA ആ റോഡിൽ 17 ലക്ഷം രൂപ ചെലവഴിച്ച് മാമ്പുഴ ഫ്രണ്ട്സ് ക്ലബ്ബ് റോഡ് നവീകരിച്ചു കൊടുത്തു. അവിടെ തന്നെ ചന്തമുക്കിൽ ഒരു ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ സാമ്പ്രാണിക്കോടിയിൽ ഇപ്പൊ ഈ സാമ്പ്രാണിക്കോടിയുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനം 1 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ ടവർ വരുന്നുണ്ട്, അപ്പുറത്ത് അത്യാധുനിക സൗകര്യങ്ങളുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങൾ വരുന്നുണ്ട്, മറ്റു സൗകര്യങ്ങളെല്ലാം വരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ ആരും ചിന്തിക്കാത്തതാണ് ഈ പ്രദേശത്ത് നിന്ന് മറുകരയ്ക്ക് ഒരു പാലം. അത് നമ്മുടെ ഈ ബഡ്ജറ്റിൽ വന്നു കഴിഞ്ഞു. ഇത് സാമ്പ്രാണിക്കോടി കുരിപ്പുഴ പാലം പ്രപ്പോസൽ വന്നു, ബഡ്ജറ്റിൽ 75 കോടി രൂപ വെച്ചു. അതിന് അതിന്റെ ഡിസൈൻ വർക്ക് ഇപ്പൊ നടക്കുകയാണ്. ഇവിടുത്തെ മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിന്റേതാണ്, അല്ലെ മെമ്പർ കോൺഗ്രസിന്റെ ആണ് എന്ന് വിചാരിച്ച് ഒന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം MLA തൃക്കരിവാർ പഞ്ചായത്തിൽ ആവശ്യത്തിന് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുകേഷ് വോട്ട് പിടിച്ചത് സാമ്പ്രാണിക്കോടി പാലം എന്ന് പറഞ്ഞാണ് വോട്ട് പിടിച്ചത്. ഈ കൊല്ലം നിയോജക മണ്ഡലം മൊത്തം സാമ്പ്രാണിക്കോടി പാലം എന്ന് പറഞ്ഞ ചുവരുകൾ മൊത്തം എഴുതി വെച്ച് വോട്ട് പിടിച്ച് ആ പാലത്തിന്റെ ഫോയിൽ പരിശോധന അല്ലാതെ ഇതുവരെ ഒരടി മുന്നോട്ട് നീങ്ങി. എന്റെ ചോദ്യം, പെരുമൺ പാലം ആത്മഹത്യാ മുനമ്പായി ഇന്നും നിൽക്കുന്നു. KSRTC ബസ് സ്റ്റാൻഡ് പൊളിഞ്ഞു വീണ് ഒരു മഹാദുരന്തം സംഭവിക്കാൻ പോവുകയാണ്. അതുപോലെ ഓലയിൽ കടവ് പാലം ആത്മഹത്യാ മുനമ്പായി നിൽക്കുന്നു. ഇതിനൊക്കെ MLA എന്താണ് മറുപടി പറയുന്നത്? 700 കോടി എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണ്. 400 കോടിയുടെ ഓലയിൽ കടവ് പാലം, 300 കോടിയുടെ പെരുമൺ 700 കോടി എന്ന് പറയുന്നത് ആത്മഹത്യാ മുനമ്പായി നിൽക്കുന്നു. ബാക്കി 1000 കോടി എവിടെയെന്ന് കാണിക്കണം. ഒരു നിമിഷം ചേട്ടൻ ഇങ്ങനെ കുറച്ചു നേരം കൊണ്ട് ഞെട്ടി നിൽക്കുക. എന്താ സംഭവം അറിയാതെ? എന്താ ഇവിടുത്തെ MLA MPയുടെ ഒക്കെ പ്രവർത്തനത്തെ കുറിച്ച് അഭിപ്രായം? MLA പ്രവർത്തനത്തെ പറ്റി നമുക്ക് പറയാനാണെങ്കിലേ, പ്രത്യേകിച്ച് പിന്നെ ഇവിടുത്തെ ഈ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നടക്കുന്ന കൂട്ടത്തിലേ ഈ ഓരോന്ന് പറയുന്നത് കണ്ടുകൊണ്ട് നമുക്ക് 2 കൂട്ടരുടെ അടുത്ത് ഒന്നും പറയാൻ നോക്കുന്നവര് അയ്യോ നിങ്ങൾ ഇവിടെ എന്താ ബഹളം വേണ്ട, മൈക്കില്ല, നിങ്ങൾ വെറുതെ തർക്കിച്ചിരുന്ന കാര്യം. അപ്പൊ നമുക്ക് നോക്കാം, ഈ ആൾക്കാർ ഇത് കണ്ടോണ്ടിരിക്കുകയല്ലേ. അപ്പൊ നമ്മൾ ഈ തൃക്കരിവാർ പഞ്ചായത്തിനെ കുറിച്ച് നല്ലത് പറയാനാണ് വന്നത്, നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. അപ്പൊ നമ്മൾ സംയമനത്തോടു കൂടിയാണ് ഈ രാഷ്ട്രീയ ചർച്ച നടത്തുക. അപ്പൊ അതിന്റെ ഭാഗമായി നമ്മൾ കലാകാരന്മാരെയും രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അല്ലമീൻ ഒരു ദിവസം അക്കരയ്ക്ക് ഒരു പാലം വന്നാൽ 10 കിലോമീറ്റർ കൊല്ലം ടൗണിൽ പാൻ കുറയും. ആ കാണുന്ന കുരിപ്പുഴ പാലം എന്ത് പ്രകൃതി മനോഹരമായി സ്ഥലത്തേക്ക് കേരളത്തിന്റെയും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്ക് കൊല്ലം ടൗണിൽ നിന്നും 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താൻ പറ്റും പാലം വന്നാൽ. ഇപ്പോൾ അവർക്ക് 14 കിലോമീറ്റർ വളഞ്ഞു പോകേണ്ടി വരുന്നു. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ,
ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സ്യവിഭവം ഏതാ? കരിമീൻ. കരിമീനാണ്. അത് ചേട്ടൻ ഞങ്ങൾ ഇവിടെ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു തുടങ്ങി, നിങ്ങൾ വിട്. അപ്പൊ ഈ കരിമീനാണ് അഷ്ടമുടിയിലെ ഏറ്റവും രുചികരമായ ഭക്ഷണം. എല്ലാ മീനും അഷ്ടമുടിയിൽ ഏറ്റവും രുചികരമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മീൻ കരിമീനാണ്. ആ കരിമീൻ അഷ്ടമുടിയുടെ ഒരു ശൈലിയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? കരിമീൻ ഫ്രൈ ആണോ, കരിമീൻ കറിയാണോ, കരിമീൻ പൊരിച്ചതാണോ? ആ കരിമീൻ ഏത് വിഭവം വെച്ചാലും ഏറ്റവും നല്ലതാണ്. കരിമീൻ ഫ്രൈ ആണ് ഏറ്റവും നല്ലത്. പിന്നെ കരിമീൻ ഈ തേങ്ങ ഇട്ട് ഈ പലപ്പോഴും പുറത്ത് ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ കരിമീൻ എന്ന പേരിൽ വ്യാജ കരിമീനുകൾ കൊണ്ടുവന്ന് പലപ്പോഴും വരുന്നുണ്ട്. വളത്ത് കരിമീൻ കൊണ്ടുവന്ന് അഷ്ടമുടിക്കായലിലെ കരിമീനാന്ന് പറഞ്ഞ് പിന്നെ കൊല്ലത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ഫിഷ് സ്റ്റാളുകൾ വഴി വിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കാണുന്ന പ്രദേശത്ത് ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് തിരിച്ചറിയാൻ കളർ വ്യത്യാസം. നമ്മൾ പ്രേക്ഷകരെ ഓർമ്മിക്കണം. അപ്പം ചില നിങ്ങൾ കഴിക്കുന്ന കരിമീൻ യഥാർത്ഥത്തിലുള്ള അഷ്ടമുടി കായലിലെ കരിമീൻ എന്നല്ല. അഷ്ടമുടി കായലിലെ കരിമീൻ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചിയാണ്. അങ്ങനെ പറഞ്ഞ് വിൽക്കുന്ന പലതും പുറത്തുനിന്ന് വരുന്ന കരിമീനുകളാണ്, അന്യസംസ്ഥാന കരിമീനുകൾ അല്ലേ? അപ്പോൾ ആ അന്യസംസ്ഥാന ആന്ധ്ര കർണാടക ഭാഗത്തുനിന്ന് വരുന്ന പിന്നെ കരിമീന് സംസ്ഥാനം ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് വരാം. അതിന്